ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു ടുലിപ്പ് ഫീൽഡ് ഉണ്ട് ഇവിടെ UK-ൽ. നോർഫോൾക്ക് ടുലിപ്പ് എന്നാണ് എൻ്റെ പേര്. UK-ൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടുലിപ്പ് ഫീൽഡാണ്. സോ അതിന് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ആ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് ഈ വർഷമാണ് എന്തായാലും കിട്ടിയത്. നമ്മുടെ വിഷുവിൻ്റെ അന്നായിരുന്നു അതിൻ്റെ ടിക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ എനിക്കൊന്ന് നിയർലി 10 ദിവസമോ 12 ദിവസം കണ്ടാണ് അതിൻ്റെ ഈ ഒരു ഫീൽഡ് ഓപ്പൺ ആക്കത്തുള്ളൂ നമ്മൾ നോർമൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്നത്തേക്കാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകണേ, അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ കിങ്സ് ലൈനിലുള്ള നോർഫോൾക്ക് ടുലിപ്പ് ഫീൽഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ചെന്ന് കയറുമ്പം തന്നെ നമുക്ക് കാർ പാർക്കിൽ നിന്ന് തന്നെ കാണാം ഇങ്ങനെ പട്ടുമെത്ത വിരിച്ച പോലാണ് പൂവെല്ലാം ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. കണ്ണിന് വളരെ കുളിർമയേകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നടന്നെല്ലാം കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പോയ ദിവസം നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടല്ലാതെ വേറെ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫോട്ടോസിനായാലും വീഡിയോസിനായാലും ഒക്കെ പറ്റിയ അടിപൊളി ഒരു പ്ലേസാണിത്. പിന്നെ പൂക്കൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടാണല്ലോ. അപ്പം UK-ലുള്ളവരാണെങ്കിൽ വൺസെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഇതെന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇഷ്ടത്തിന് ആൾക്കാരുണ്ടായിരുന്നു. അവരവരുടേതായ ഫോട്ടോസും വീഡിയോ ഷൂട്ടും പിന്നെ അതുകൊണ്ട് മറ്റു ഷൂട്ടും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പം ചെന്ന ടൈമിൽ ഞാൻ മെയ് 5-നാണ് പോയത്. ആ ഒരു ടൈമിൽ പോയപ്പോൾ പൂക്കളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പൂക്കളൊക്കെ വിരിയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ടൈമായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുള്ള് നടന്ന് കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് പെർ പേഴ്സണ് ടിക്കറ്റ് ആയെന്ന് വെച്ചാൽ 10 പൗണ്ടാണ്. പിന്നെ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് 50 pence ബുക്കിംഗ് ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ 2 pounds കാർ പാർക്കിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ നമുക്ക് 23 പൗണ്ടാണ് ആയത്. പിന്നെ ഇവിടെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ ടുലിപ്പിൻ്റെ മാഗ്നറ്റ് കിട്ടുന്നതും ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടുന്നതായിട്ടുള്ള കടകൾ. പിന്നെ കുറച്ച് തുണിയുടെ ഒരു സ്റ്റോൾ ഞാൻ അവിടെ കണ്ടു. പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അതിനായിട്ടൊരു ആംബുലൻസ് ടീം അവിടെ ഉണ്ടായിരുന്നു. അപ്പം UK-ലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് വൺസെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി എനിക്ക് ഈ വർഷം എന്തായാലും അത് സാധിച്ചു. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.